അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 72 മുതൽ 86 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സൂത ഉവാച ദ്വിജരാജസ്തുതശ്രുത്വാ ഭൃഗോർവചനമദ്ഭുതം ദദൗ ച തൽപ്രിയാം ഭാര്യാം ഗുരോർഗർഭവതീം ശുഭാം പ്രാപ്യ കാന്താം ഗുരുർഹൃഷ്ട സ്വഗൃഹം മുദിതോ യയൗ തതോ ദേവാസ്തതോ ദൈത്യാ യയുസ്വാൻ സ്വാൻ ഗൃഹാൻ പ്രതി. ബ്രഹ്മാ സ്വസദനം പ്രാപ്ത കൈലാസം ചാപി ശങ്കര ബൃഹസ്പതിസ്തു സന്തുഷ്ട പ്രാപ്യ ഭാര്യാം മനോരമാം. തതക്കാലേന കിയതാ താരാസൂത സുതം ശുഭം സുദിനേ ശുഭനക്ഷത്രേ താരാപതി സമം ഗുണൈ. ദൃഷ്ട്വാ പുത്രം ഗുരുർജാതം ചകാര വിധിപൂർവകം ജാതകർമാദികം സർവം പ്രഹൃഷ്ടേനാന്തരാത്മനാ. ശ്രുതം ചന്ദ്രമസാ ജന്മാ പുത്രസ്യ മുനിസത്തമാ ദൂതം ച പ്രേഷയാമാസ ഗുരും പ്രതി മഹാമതി. ന ചായം തവ പുത്രോസ്തി മമ വീര്യസമുദ്ഭവാ കഥം ത്വം കൃതവാൻ കാമം ജാതകർമാദികം വിധിം. തച്ഛ്രുത്വാ വചനം തസ്യാ ദൂതസ്യ ച ബൃഹസ്പതി ഉവാച മമ പുത്രോ മേ സദൃശോ നാത്ര സംശയം. പുനർവിവാദഃ സംജാതോ മിളിതാ ദേവദാനവാ യുദ്ധാർത്ഥാമാഗതാസ്തേഷാം സമാജഃ സമജായത. തത്രാഗതഃ സ്വയം ബ്രഹ്മാ ശാന്തികാമ പ്രജാപതി നിവാരയാമാസ മുഖേ സംസ്ഥിതാൻ യുദ്ധദുർമദാൻ. താരാം പപ്രച്ഛ ധർമാത്മാ കസ്യായാം തനയ ശുഭേ
സത്യം വദവരാരോഹേ യഥാ ക്ലേശ പ്രശാമ്യതി. തമുവാചാസിതാപാംഗീ ലജ്ജമാനാപ്യധോമുഖീ ചന്ദ്രസ്യേതി ശനൈരന്തർജഗാമ വരവർണിനി. ജഗ്രാഹ തം സുതം സോമ പ്രഹൃഷ്ടേനാന്തരാത്മനാ നാമചക്രേ ബുധ ഇതി ജഗാമ സ്വഗൃഹം പുനാ. യയൗ ബ്രഹ്മാസ്വകം ധാമ സർവേ ദേവാസവാസവാ. യഥാഗതം ഗതം സർവൈ സർവശ പ്രേക്ഷകൈർജനൈ. കഥിതേയം ബുധോൽപത്തിർഗുരുക്ഷേത്രേ ച സോമതാ. യഥാ ശ്രുതാ മയാ പൂർവം വ്യാസാൽ സത്യവതീ സുതാൽ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ ഏകാദശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ അവിടെ 11-ാമത്തെ അധ്യായത്തിൽ 72 മുതൽ 86 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഭാഷാഗാനമായി ഇപ്പോൾ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുക്രനാകും ഭൃഗുവിൻ്റെ വാക്കു കേട്ടു ചന്ദ്രൻ താനും ഗുരുപത്നിയെയുമപ്പോൾ തിരിച്ചു നൽകി. ദേവഗുരു ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി മടങ്ങിന ദേവാസുരർ സ്വന്തം ഭവനത്തിലേക്കു പോയി. ബ്രഹ്മൻ സത്യലോകത്തെത്തി, ശിവൻ കൈലാസം തന്നിലും, ബൃഹസ്പതി താരയ്ക്കൊപ്പം സന്തുഷ്ടനായി. യഥാകാലം ശുഭതാരത്തോടുകൂടെ താരാദേവി താരാപതിക്കൊത്ത പുത്രനു ജന്മം നൽകി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുത്രനുണ്ടായതിനാലെ സന്തുഷ്ടനായി ബൃഹസ്പതി പുത്രൻ തൻ്റെ ജാതകർമാദിയും നടത്തി. മുനിമാരെ കെട്ടിടുക പുത്രനുണ്ടായതു കേട്ടു ചന്ദ്രനൊരു ദൂതനെയും പറഞ്ഞയച്ചു. ഇവൻ തവ പുത്രനല്ല, എൻ്റെ വീര്യത്തിങ്കൽ നിന്നും ഇവളിലുണ്ടായതാണി പുത്രനറിയൂ. ഇവനുടെ ജാതകർമ്മം നീ എന്തിനു ചെയ്തു കഷ്ടം, ഇതു ചെയ്യാൻ എനിക്കാണു എന്നും അർഹത. ദൂതവാക്യം കേട്ടു ഗുരു ചൊല്ലിയേവം, ഇവനെൻ്റെ പുത്രനാണു, എൻ്റെ തന്നെ ഛായ ഇവനും. വാക്കു തർക്കമായി വീണ്ടും ദേവാസുരർ വന്നു ചേർന്നു. വീണ്ടും ഒരു യുദ്ധത്തിനായി വേദിയുണർന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
സമാധാനമുണ്ടാക്കാനായി ബ്രഹ്മദേവൻ വീണ്ടുമെത്തി സുരാസുര സംഘങ്ങളെ വിലക്കി ബ്രഹ്മൻ. പീതാമഹൻ താരയോടു ചോദിച്ചല്ലോ അപ്പോൾ തന്നെ, പുത്രി നീയും ചൊല്ലിടുക സത്യസന്ധമായി. ഇവനുടെ അച്ഛനാര്, ആരുടെ കുട്ടിയാണിത്, ഇതറിഞ്ഞാൽ ക്ലേശമെല്ലാം ഒഴിവാക്കിടാം. ലജ്ജയോടെ സുന്ദരിയാം താര ചൊല്ലി ഇന്ദുവിൻ്റെ ഗൃഹത്തിൻ്റെ അകത്തേക്കു അവളും പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലജ്ജയോടെ സുന്ദരിയാം താര ചൊല്ലി ചന്ദ്രൻ തൻ്റെ ഗൃഹത്തിൻ്റെ അകത്തേക്കു അവളും പോയി. സന്തുഷ്ടനായി ചന്ദ്രൻ താനും അവനേകി ബുധനാമം സന്താനവും ഒരുമിച്ചു തിരിച്ചുപോയി. നാൻമുഖനോ സത്യലോകം തന്നിൽ തിരിച്ചെത്തിയപ്പോൾ നാഗേശനും വന്ന പോലെ തിരിച്ചുപോയി. ഗുരുപത്നി തന്നിൽ ശശിക്കുണ്ടായതാം ബുധൻ തൻ്റെ കഥ പാടി ഞാനും വ്യാസൻ പറഞ്ഞ പോലെ. ഗുരുപത്നി തന്നിൽ ശശിക്കുണ്ടായതാം ബുധൻ തൻ്റെ കഥ പാടി ഞാനും വ്യാസൻ പറഞ്ഞ പോലെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷര ജ്ഞാനയജ്ഞമായി നാം അനുസ്മരിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 68ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ 11ാമത്തെ അധ്യായത്തിൽ 72ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. സൂതൻ തൻ്റെ കഥാകഥനം തുടരുകയാണ്. ഇവിടെ ഇന്നലെ പറഞ്ഞു ഭൃഗു വന്ന് ചന്ദ്രനെ വിലക്കി. ഇവിടെ ഭൃഗു എന്നുള്ളത് ശുക്രാചാര്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ആ ശുക്രാചാര്യരുടെ വാക്ക് കേട്ടിട്ട് ഗുരുപത്നിയെ താരയെ ചന്ദ്രൻ തിരിച്ചയച്ചു എന്ന് പറയുന്നു. ദ്വിജരാജസ്തു തച്ഛ്രുത്വാ ഭൃഗോർവചനമത്ഭുതം ദദൗ ച തൽപ്രിയാം ഭാര്യാം ഗുരോർ ഗർഭവതിം ശുഭാം. ചന്ദ്രൻ ശുക്രാചാര്യരുടെ അഭിപ്രായത്തെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക് ഗുരോർവചനമത്ഭുതം, ഭൃഗോർവചനമത്ഭുതം, ആ വാക്ക് കേട്ടിട്ട് ഗുരുപത്നിയായിരിക്കുന്ന ആ താരയെ, ഗർഭവതിയായ ആ താരയെ തൻ്റെ ഗുരുവിന് തന്നെ തിരിച്ചു നൽകി. പ്രാപ്യ കാന്താം ഗുരുർഹൃഷ്ട സ്വഗൃഹം മുദിതോ യയൗ തതോ ദേവാസ്തതോ ദൈത്യാ
യയുസ്വാൻ സ്വാൻ ഗൃഹാൻ പ്രതി. ഭാര്യയെ കിട്ടിയപ്പോൾ പ്രാപ്യകാന്താം ഗുരുർഹൃഷ്ട, ഗുരുവിന് വലിയ സന്തോഷമായി. ഗുരു സ്വഗൃഹം മുദിതോയോ, തൻ്റെ ഗൃഹത്തിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. വലിയ യുദ്ധം പ്രതീക്ഷിച്ചു വന്ന ദേവന്മാരും അസുരന്മാരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നിട്ടോ ബ്രഹ്മാ സ്വസദനം പ്രാപ്ത, ബ്രഹ്മാവ് തൻ്റെ ഭവനത്തിൽ സത്യലോകത്തിലേക്ക് ശാതകൗംഭി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. കൈലാസം ചാപി ശങ്കര, ശങ്കരൻ കൈലാസത്തിലേക്ക്. ബൃഹസ്പതിസ്തു സന്തുഷ്ട, ബൃഹസ്പതിയോ വലിയ സന്തോഷത്തോടുകൂടി തൻ്റെ ഭാര്യയെ കിട്ടിയതിൽ, ഇഷ്ടപത്നിയെ നേടിയതിൽ വലിയ രീതിയിൽ സന്തോഷിച്ചു. തതക്കാലേന കിയത താരാസൂത സുതം ശുഭം, താര അസൂത സുതം, താര ഒരു പുത്രന് സമയമായപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. സുദിനെ ശുഭനക്ഷത്രേ, നല്ല ദിവസം ശുഭനക്ഷത്രങ്ങളോടുകൂടിയ സമയത്ത് താരാപതി സമം ഗുണൈ, താരാപതിക്കൊത്ത ഗുണങ്ങളുള്ള പുത്രനെ. ഇവിടെ താരാപതി എന്നുള്ളത് രണ്ട് നിലയ്ക്കും ഉപയോഗിക്കാം. താരയുടെ പതി ബൃഹസ്പതി, പിന്നെ താരാപതി എന്ന് പറഞ്ഞാലോ ചന്ദ്രൻ, താരകങ്ങളുടെ പതി ചന്ദ്രൻ. അപ്പൊ ഈ രണ്ട് നിലയ്ക്കും താരാപതിക്കൊത്ത ഗുണങ്ങളുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. ദൃഷ്ട്വാ പുത്രം ഗുരുർജാതം ചകാര വിധിപൂർവകം, ഉണ്ണിയുണ്ടായെന്ന് കേട്ടപ്പോൾ ദേവഗുരു വളരെ സന്തോഷത്തോടുകൂടി എന്തു ചെയ്തു? വിധി അനുസരിച്ച് ആ കുഞ്ഞിൻ്റെ, ആ ഉണ്ണിയുടെ ജാതകർമാദി സംസ്കാരങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു. ഇത് ഉണ്ണിയുണ്ടായിക്കഴിഞ്ഞാൽ, കുട്ടിയുണ്ടായാൽ ചെയ്യേണ്ട സംസ്കാരമാണ് ജാതകർമ്മം. അപ്പം ഈ ജാതകർമ്മം ഒക്കെ വേണ്ടതുപോലെ ചെയ്തു. പ്രഹൃഷ്ടേന അന്തരാത്മന, സന്തോഷിച്ച മനസ്സോടുകൂടി. ശ്രുതം ചന്ദ്രമസാ ജന്മ പുത്രസ്യ മുനിസത്തമ, ഹേ മുനിശ്രേഷ്ഠന്മാരെ, ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയുകയാണ് ഇവിടെ സാക്ഷാൽ സൂതൻ. ഹേ മുനിശ്രേഷ്ഠന്മാരെ, പുത്രൻ ജനിച്ചു എന്നറിഞ്ഞിട്ട് മഹാമതിയായിരിക്കുന്ന ചന്ദ്രൻ ദൂതം ച പ്രേഷയാമാസ ഗുരും പ്രതി, ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദൂതൻ എന്താ പറഞ്ഞത്? ന ചായം തവ പുത്രോസ്തി, ഇത് അങ്ങയുടെ പുത്രനല്ല. മമ വീര്യ സമുദ്ഭവ, എൻ്റെ വീര്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെയിരിക്കെ കഥം ത്വം കൃതവാൻ കാമം ജാതകർമാധികം വിധിം, പിന്നെ എങ്ങനെയാണ് അങ്ങ് ഈ കുഞ്ഞിൻ്റെ ജാതകർമാദി ആ സംസ്കാരങ്ങളൊക്കെ ചെയ്തത്? അതിനുള്ള അർഹത ആർക്കാണ്? എനിക്കാണ്. കാരണം ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. തച്ഛുത്വാ വചനം തസ്യ ദൂതസ്യ ച ബൃഹസ്പതി ഉവാച മമ പുത്രോ മേ സദൃശോ നാത്ര സംശയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബൃഹസ്പതി എന്ത് പറഞ്ഞു? ഏയ് അങ്ങനെയല്ല, എൻ്റെ പുത്രനാണ്. മമ പുത്രോ മേ സദൃശോ നാത്ര സംശയ, എൻ്റെ ഛായയുണ്ട്, എന്നെ പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു സംശയവുമില്ല എന്ന് ഗുരു തിരിച്ച് പറയുന്നു. ഈ സന്ദർഭത്തിലോ പുനർവിവാദ സഞ്ജാതോ, വീണ്ടും വിവാദം വന്നു അല്ലേ, വീണ്ടും അവിടെ പ്രശ്നങ്ങളായി. അങ്ങനെ ഇതിനൊരു പരിഹാരം കാണണ്ടേ? പക്ഷേ ഈ വിവാദമുണ്ടായപ്പോൾ മിളിതാ ദേവദാനവ, ദേവന്മാരും അസുരന്മാരും ഒക്കെ ഒത്തുചേർന്നു. എന്താ, ഇനിയൊരു യുദ്ധം വരുന്നു. യുദ്ധാർത്ഥസ്മാഗതാസ്തേഷാം, യുദ്ധത്തിനായി വന്ന അവര് സമാജസമജായത, ഒരു സഭ വിളിച്ചു ചേർത്തു. എങ്ങനെയൊക്കെയാണ് യുദ്ധം വേണ്ടത്? ചന്ദ്രന്റെ പക്ഷത്ത് അസുരന്മാര്, ദേവഗുരുവായ ബൃഹസ്പതിയുടെ പക്ഷത്ത് ദേവന്മാര്. ഇങ്ങനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ആ താരകാസുരനുമായി സുബ്രഹ്മണ്യൻ ചെയ്ത എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ആ യുദ്ധം പോലൊരു യുദ്ധം മുമ്പുണ്ടായതാണ്. കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം എന്ന് കാണിക്കുന്നു. അപ്പൊ ദേവാസുരന്മാർക്ക് പോലും അത്തരത്തിൽ അവരുടെ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങളുണ്ടാവണു എന്ന് കാണിക്കുകയാണ്. ഈ സമയത്ത് തത്രാഗത സ്വയം ബ്രഹ്മ ശാന്തികാമ പ്രജാപതി, ശാന്തി ആഗ്രഹിക്കുന്ന പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മാവ് തത്രാഗത സ്വയം, അവിടേക്ക് സ്വയമേവ എത്തിച്ചേർന്നു. നിവാരയാമാസ മുഖേ സംസ്ഥിതാൻ യുദ്ധദുർമദാൻ,
യുദ്ധക്കൊതിയോടുകൂടി പരസ്പരം ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ദേവാസുരന്മാരെ ബ്രഹ്മാവ് തടഞ്ഞു. എന്നിട്ടോ താരാം പപ്രക്ഷ, അതല്ലേ വേണ്ടൂ. ഒരു യുദ്ധം കൊണ്ട് എന്താ കാര്യമുള്ളത്? കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിക്കുക. അമ്മ പറയുന്നതാണ് അവിടെ സത്യം. താരയുടെ അടുത്ത് ചോദിച്ചു, ധർമാത്മാ കസ്യായം തനയ ശുഭേ, ഹേ സുന്ദരി, ഇത് ആരുടെ മകനാണ്? നീ സത്യം പറയണം എന്നാണ്. എന്നിട്ടോ സത്യം വദപരാരോഹേ, സുന്ദരി നീ സത്യം പറയൂ. യഥാക്ലേശ പ്രശാമ്യതി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇത് ആരുടെ കുഞ്ഞാണ്? ദേവഗുരുവായ ബൃഹസ്പതിയുടെ കുഞ്ഞാണോ അതോ താരാപതിയായിരിക്കുന്ന ചന്ദ്രന്റെ കുഞ്ഞാണോ? നീയ് പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും, യുദ്ധം ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് നീ സത്യം പറയണം, ഉടനെ തന്നെ പറയും വേണം. തമുവാചാസിതാപാംഗി ലജ്ജമാനാപ്യുധോമുഖി ചന്ദ്രസ്യേതി. എന്താ പറഞ്ഞത്? നാണം കൊണ്ട് തല ഉയർത്താൻ സാധിക്കാതെ ആ അസിതാപാംഗി, കരിനീലക്കണ്ണുള്ളവൾ, സുന്ദരിയായ ആ താര പറഞ്ഞു, ഇത് ചന്ദ്രൻ്റെയാണ്. ലജ്ജ കൊണ്ട് തല താഴ്ത്തിപ്പിടിച്ചിട്ട് മെല്ലെ പറഞ്ഞു, ചന്ദ്രൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. പിന്നെ ഗൃഹത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അകത്തേക്ക് അങ്ങോട്ട് പോയി. ജഗ്രാഹതം സുതം സോമ, ജഗ്രാഹ തം സുതം, ആ സന്തുഷ്ടചിത്തനായ പ്രഹൃഷ്ടേന അന്തരാത്മന. ഇവിടെ നേരത്തെ പറഞ്ഞു പ്രഹൃഷ്ടേന അന്തരാത്മന. അപ്പം ആർക്കാ അകത്ത് സന്തോഷം ഉണ്ടായത്? അത് ദേവഗുരുവായ ബൃഹസ്പതിക്കാണ്. 76-ാമത്തെ ശ്ലോകത്തിൻ്റെ 4-ാമത്തെ പാദം അങ്ങനെ തന്നെയാണ്. ജാതകർമാധികം സർവം പ്രഹൃഷ്ടേനാന്തരാത്മന. ഇവിടെയോ ജഗ്രാഹതം സുതം സോമ പ്രഹൃഷ്ടേനാന്തരാത്മന. ഇവിടെ സോമനാണ്, ചന്ദ്രനാണ് മനസ്സിൽ ആനന്ദം ഉണ്ടായതും ആ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് അവിടുന്ന് യാത്രയായി. നാമചക്രേ ബുധ ഇതി, എന്താ പേരിട്ടത്? ബുധൻ എന്ന് പേരിട്ടു. ജഗാമ സ്വഗൃഹം പുന, തൻ്റെ ഗൃഹത്തിലേക്ക്, ചന്ദ്രഭവനത്തിലേക്ക്, ഇന്ദുഭവനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. യയൗ ബ്രഹ്മാ സ്വകം ധാമ സർവേ ദേവാസവാസവാ യഥാഗതം ഗതം സർവൈ സർവശ പ്രേക്ഷകൈർജനൈർ. ഇങ്ങനെ ആ സമയത്ത് ബ്രഹ്മാവ് സ്വധാമത്തിലേക്ക് പോയി. അതേപോലെ വാസവൻ സാക്ഷാൽ ദേവേന്ദ്രനും ആ ദേവന്മാരോടുകൂടി യഥാഗതം ഗതം സർവൈ, അവർ വന്നു, കാഴ്ചക്കാരായി വന്നു. അവരൊക്കെ പദാ വന്ന പോലെ യഥാഗതം ഗതം സർവൈ, എല്ലാവരും വന്നതുപോലെ തിരിച്ചുപോയി. സർവശ പ്രേക്ഷകൈർജനൈ, വെറും കാഴ്ചക്കാരായിട്ട് വന്നു, അവർ തിരിച്ചുപോയി. കഥിതേയം ബുധോൽപത്തിർ ഗുരുക്ഷേത്രേ ച സോമത. ഗുരുക്ഷേത്രം, ഗുരുവിൻ്റെ പത്നിയിൽ ചന്ദ്രനുണ്ടായ ആ പുത്രൻ, താരയിലുണ്ടായ പുത്രൻ ബുധൻ. ആ ബുധൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ബുധോൽപത്തിയെ ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഞാനിത് കേട്ടത്? സത്യവതി സുതാൽ, സത്യവതി പുത്രനായ വേദവ്യാസനിൽ നിന്ന് പൂർവം മയാശ്രുത യഥാ, എന്താണോ ഞാൻ മുമ്പ് കേട്ടത് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമ. നാളെ 12-ാമത്തെ അധ്യായം പുരൂരവസിൻ്റെ കഥയോടുകൂടി ആരംഭിക്കുന്നു. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.